ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു നാസൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ചെറിയൊരു സെയിൽ വീഡിയോ ആണ്. കാരണം അധികം വെറൈറ്റീസ് ഒന്നും ഇല്ല. 2-3 വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. DTDC, സ്പീഡ് പോസ്റ്റ്, പ്രൊഫഷണൽ കൊറിയർ, ഈ 3 സർവീസ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സൊക്കെ അയച്ചു തരുന്നത്. പൊതുവേ നമുക്ക് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷനിൽ പ്ലാന്റ്സ് ഒന്നും ട്യൂബർ ഫോം ചെയ്യുന്നില്ല. അഥവാ ഫ്ലവറിങ് സ്റ്റോപ്പ് ആയാൽ തന്നെ ട്യൂബർ ഫോർമേഷൻ നടക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉള്ള ട്യൂബേഴ്സൊക്കെ തീർന്നു പോകും. അതുകൊണ്ട് ആർക്കെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോളുക. അതുപോലെ വാട്സപ്പിൽ വരുന്ന സമയത്ത് തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം വാട്സപ്പിൽ വരിക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡീൽ ചെയ്ത് പോകാമല്ലോ. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗാർഡനിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ വെറൈറ്റി ശിവരാത്രി എന്നൊരു പുതിയൊരു വെറൈറ്റിയാണ്. അധികം നാളായിട്ടില്ല ഇതിറങ്ങിയിട്ട്. നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ശിവരാത്രി. ഈ കാണുന്നത് എല്ലാവരും എപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ബേബി ക്വീൻ. ബേബി ക്വീൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പോഴും ബഡ്ഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇതിൻ്റെ ട്യൂബേഴ്സ് ചോദിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കത് ഫ്ലവറിങ് സ്റ്റോപ്പായിട്ടില്ല. നല്ലതായിട്ട് ബ്ലൂം ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ബേബി ക്വീൻ. നല്ല ഉരുണ്ട ബഡ്ഡുകളൊക്കെ, ഈ ബഡ്ഡുകൾ ഇങ്ങനെ വലിപ്പം വെച്ച് വരുമ്പോൾ നല്ല ഉരുണ്ട ഷേപ്പിലോട്ട് വരും. അപ്പോൾ നല്ല പെറ്റൽ കൗണ്ടൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ബേബി ക്വീൻ. അടുത്തതായിട്ട് കാണിക്കുന്ന വെറൈറ്റി നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ് നക്ഷത്ര. ഇതിപ്പോൾ വിരിഞ്ഞിട്ട് 2 ദിവസമായി. തനിയെ വിരിഞ്ഞ ഫ്ലവറാണ്. ഇതിൻ്റെ ഔട്ടർ പെറ്റൽസ് ഒരു പിങ്ക് ഷെയ്ഡും അതുപോലെ സെൻറ്റർ ഭാഗത്ത് ഒരു യെല്ലോയും ഓറഞ്ചൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ്. ഇത് ഫസ്റ്റ് ഡേ വിരിയുന്ന ദിവസം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഈ കാണുന്നത് നമ്മുടെ വൈഡൂര്യ എന്ന വെറൈറ്റിയുടെ ബഡാണ്. ഇതിപ്പോൾ ഈ നക്ഷത്ര അത്യാവശ്യം ഹൈറ്റിൽ പോകുന്നൊരു വെറൈറ്റിയാണ്. അതിങ്ങനെ വളഞ്ഞ് വന്നതാണ്. ഈ കാണുന്നത് ഐവറി ത്രോൺ എന്നൊരു വെറൈറ്റിയാണ്. ഐവറി ത്രോൺ സിംഗിൾ പെറ്റലിൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. വൈറ്റ് കളറാണ്. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് ഫ്ലവർ. ഈ കാണുന്നത് പിങ്ക് ഫ്ലേക്സ് എന്നൊരു പുതിയ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വിരിയുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു ഡബിൾ കളർ ലോട്ടസ് വെറൈറ്റിയാണ് പിങ്ക് ഫ്ലേക്സ്. ഈ കാണുന്നത് വേറൊരു പോട്ടിൽ വെച്ചിട്ടുള്ള ശിവരാത്രിയാണ്. ഇത് ശിവരാത്രി വിരിഞ്ഞിട്ടിപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലവറാണ്. ശിവരാത്രിയുടെ ഫ്ലവേഴ്സ് അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന ഫ്ലവറാണ്. ഇതിപ്പോൾ ഒരു 3ാമത്തേക്ക് ദിവസമായ ഫ്ലവറാണ്. അതങ്ങനെ പെറ്റൽസ് അങ്ങനെ വിരിഞ്ഞതായി പോയിട്ടുണ്ട്. ഈ ബഡ് കരിഞ്ഞു പോയി. ഇതുണ്ടോ, ഇവിടെയും ബഡ് വരുന്നുണ്ട്. വരുന്ന എല്ലാ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡ് വരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ശിവരാത്രി. നല്ല റെഡ് കളറാണ്. ഈ കാണുന്നത് മേഘ എന്ന വെറൈറ്റിയുടെ ഒരു ബഡാണ്. വിരിയാറായിട്ടുണ്ട്. ഞാനിതൊന്ന് വിരിയിച്ചിട്ട് കാണിക്കാം. ഇത് കണ്ടില്ലേ മേഘ്. ഇതിപ്പോൾ ഇന്നലെ വിരിയിക്കേണ്ടതായിരുന്നു. കളർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മേഘും തന്നെ നമ്മൾ ഒരുപാട് നാളായി വെച്ചിട്ട് ഇതുവരെ നമുക്കൊരു ട്യൂബർ പോലും കിട്ടിയിട്ടില്ല. ഈ കാണുന്നത് സ്നോബോൾ എന്ന വെറൈറ്റിയുടെ ബഡ്ഡുകളാണ്. തുരുതരാ ബഡ്ഡുകൾ വരുന്ന ഒരു വെറൈറ്റിയാണ് സ്നോബോൾ. നമുക്കൊരു സമയം തന്നെ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വിരിയുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ്. ഇതും ഇപ്പോൾ ട്യൂബേഴ്സൊന്നും നിലവിൽ നമുക്ക് സെയിലിനായിട്ടില്ല. ഈ കാണുന്നത് ചന്ദ്രകാന്ത എന്ന വെറൈറ്റിയുടെ ബഡാണ്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ് ത്രിവേണി. ഇതിപ്പോൾ റീപോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ബഡ്ഡുകളാണ്. ഇത് ഫസ്റ്റ് ഫ്ലവറാണ്. ആദ്യത്തെ പൂക്കൾ എപ്പോഴും ചെറുതായിരിക്കും. നമ്മൾ പ്ലാന്റ് മെച്യൂർ ആവുന്നതിനനുസരിച്ചാണ് പൂക്കളുടെ ഭംഗിയും ഇതളുകളൊക്കെ കൂടി വരിക. നല്ലതായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ്. വരുന്ന എല്ലാ ലീഫിൻ്റെ കൂടെയും നിറയെ ബഡ്ഡുകളുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലോട്ടസ് വെറൈറ്റീസ്. അപ്പോൾ ഇനി നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം. സെയിൽ വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് വെറൈറ്റി വരുന്നത് ജംബോ എന്ന ലോട്ടസാണ്.
ജംബോ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. നമുക്ക് ഒരുപാട് പൂക്കൾ കിട്ടിയൊരു വെറൈറ്റി ആയിരുന്നു ജംബോയുടെ 2 ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 180 രൂപ വീതമാണ് റേറ്റ് വരുന്നത്. 2 എണ്ണമാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളൂ. ഇതും 180 രൂപയുടെ ട്യൂബറാണ്. വലിയ പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ജംബോ. ഒരുപാട് ഹൈറ്റിലൊക്കെ പോയിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്നത് ലാവൻഡർ മിൽക്ക് എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ്. 150 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരേ ഒരു ട്യൂബർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റി നമുക്ക് ഐഡിയ കറക്റ്റ് അറിയില്ല. ഏതോ ഒരു പുതിയ വെറൈറ്റി വെച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. ടബിൽ പേര് എഴുതി വെച്ചത് മാഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്യാമള എന്ന പുതിയൊരു വെറൈറ്റിയാണ്. പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് ഉള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരേ ഒരു ട്യൂബർ മാത്രം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ളത്. ഏതെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഒരുപാട് പേര് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.